ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് അരുളി ചെയ്ത ക്രിസ്തുനാഥനെ സ്വീകരിക്കുവാനായിട്ട് നക്ഷത്രങ്ങൾ തൂക്കി, പുൽക്കൂടൊരുക്കി, നോമ്പുനേറ്റ് നാമൊക്കെ ക്രിസ്മസിന് തുടക്കം കുറിക്കുകയാണ്. ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ എല്ലാവർക്കും കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഒരിക്കൽ ഒരു പുസ്തക വായനയ്ക്കിടയ്ക്ക് അതിൻ്റെ പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു തലക്കെട്ട് എന്നെ ആകർഷിച്ചു. ആ തലക്കെട്ട് ഇപ്രകാരമാണ്: മൈ സൺ ഈസ് ദ ഫാദർ ഓഫ് മൈ ഡോട്ടർ. എൻ്റെ മകനാണ് മകളുടെ പിതാവ് എന്നുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു തലക്കെട്ട്. അതുകൊണ്ട് തന്നെ ആകാംക്ഷയോടുകൂടി എന്താണ് ആ തലക്കെട്ടിൻ്റെ അടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അറിയുവാനായിട്ട് ഞാൻ മറ്റു പേജുകളൊന്ന് മറിച്ചു നോക്കി. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു സംഭവ കഥയാണ്. അതിപ്രകാരമാണ്: അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഇത് നടക്കുന്നത്. അങ്ങനെയാണ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൈക്കിൾ എന്ന കൊച്ചു ബാലൻ്റെ കഥയാണ്. മൈക്കിളിന് 6 വയസ്സോളമുണ്ട്. മാതാപിതാക്കളുടെ ഏക മകനാണ് മൈക്കിൾ. അതുകൊണ്ട് തന്നെ ഏറെ സ്നേഹത്തിലും പരിലാളനയിലുമൊക്കെയാണ് ഈ മൈക്കിൾ എന്ന കൊച്ചു ബാലൻ വളർന്നു വന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും വിശ്വാസത്തിൽ ഈ മൈക്കിളിനെ വളർത്തുന്നതിൽ മാതാപിതാക്കൾ ഏറെ ശ്രദ്ധിച്ചിരുന്നു. എല്ലാ ആഴ്ചയിലും പള്ളിയിലേക്ക് മൈക്കിളിനെ ഒരുക്കത്തോടുകൂടി ഈ മാതാപിതാക്കന്മാർ പറഞ്ഞയക്കുമായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ പഠനത്തിലുമൊക്കെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. അങ്ങനെ ഒരു ദിവസം മൈക്കിളിൻ്റെ അപ്പൻ മൈക്കിളിൻ്റെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു: കുഞ്ഞു മൈക്കിളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്നു വരെ നീ ഏകനായിരുന്നല്ലോ. ഇനി മുതൽ നിനക്ക് കളിക്കുവാനായിട്ട്, കൂട്ടുകൂടുവാനായിട്ട് ഒരു കൂടപ്പിറപ്പ് കൂടി ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോവുകയാണ്. മൈക്കിളിന് തൻ്റെ സന്തോഷം അടക്കി വെക്കാനായില്ല. വളരെ സന്തോഷത്തോടുകൂടി അപ്പൻ്റെ ഈ അറിയിപ്പിനെ മൈക്കിള് ഏറ്റെടുത്തു. അങ്ങനെ കൊച്ചു മൈക്കിള് തൻ്റെ കൂടപ്പിറപ്പിൻ്റെ വരവിന് വേണ്ടിയിട്ട് ഏറെ കാത്തിരുന്നു. താൻ സ്കൂളിലും ദേവാലയത്തിലും ഒക്കെ പഠിക്കുന്ന പാട്ടുകളും കഥകളുമൊക്കെ ഈ മൈക്കിള് ഹൃദ്യസ്ഥമാക്കുവാനായിട്ട് തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ കൂടപ്പിറപ്പിന് പറഞ്ഞു കൊടുക്കുവാനായിട്ട്, തൻ്റെ കൂടപ്പിറപ്പിനോടുള്ള സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട്. അങ്ങനെ പാട്ടുകളും കഥകളും വചനങ്ങളും ഒക്കെ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ട് മൈക്കിൾ തൻ്റെ കൂടപ്പിറപ്പിനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മൈക്കിളും അവൻ്റെ പിതാവും കൂടി ആശുപത്രിയുടെ ലേബർ റൂമിൻ്റെ വരാന്തയിൽ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു നേഴ്സ് ലേബർ റൂമിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വന്ന് മൈക്കിളിൻ്റെ അപ്പനോട് എന്തോ പറയുന്നതായിട്ട് മൈക്കിൾ കണ്ടത്. മൈക്കിളിൻ്റെ അപ്പൻ ലേബർ റൂമിനുള്ളിലേക്ക് പോയി. അല്പസമയത്തിന് ശേഷം വളരെ വിഷാദനായിട്ട് ഈ ലേബർ റൂമിന് പുറത്തേക്ക് വന്നു. കുഞ്ഞു മൈക്കിളിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മൈക്കിളിൻ്റെ പിതാവ് പറഞ്ഞു: കുഞ്ഞു മൈക്കിളെ, നിനക്ക് നിന്റെ കൂടപ്പിറപ്പിനെ, കുഞ്ഞനുജത്തിയെ ആദ്യമായും അവസാനമായും ഒന്ന് കാണാമെന്ന് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ആ പിതാവ് മൈക്കിളിനോട് പറഞ്ഞു. മൈക്കിളിന് സങ്കടം സഹിക്കാനായില്ല. കുഞ്ഞു മൈക്കിൾ തൻ്റെ കുഞ്ഞിക്കരങ്ങൾ അപ്പൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലേബർ റൂമിനുള്ളിൽ തൻ്റെ കുഞ്ഞനുജത്തിയെ കിടത്തിയിരുന്ന ഇടത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് നിന്ന് താൻ തൻ്റെ കൂടപ്പിറപ്പിന് വേണ്ടി ഒരുങ്ങിയ പാട്ടുകളും കഥകളും കവിതകളും വചനങ്ങളും ഒക്കെ മൈക്കിൾ വിശ്വാസത്തോടുകൂടി ഉച്ചത്തിൽ ഉറക്കെ പാടുവാനായിട്ട്, ചൊല്ലുവാനായിട്ട്, സങ്കടത്തിൻ്റെ ആധിക്യത്തിൽ അത് ചൊല്ലുവാനായിട്ട് തുടങ്ങി. അങ്ങനെ മൈക്കിൾ ഈ കഥകളും പാട്ടുകളും വചനങ്ങളും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മൈക്കിളിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരടർന്ന് ജീവനില്ലാതെ കിടന്ന ഈ കുഞ്ഞനുജത്തിയുടെ കരങ്ങളിൽ പതിച്ചു. കണ്ണുനീർ കണങ്ങൾ കുഞ്ഞനുജത്തിയുടെ കരങ്ങളിൽ പതിച്ചപ്പോൾ ആ കുഞ്ഞനുജത്തിയുടെ കുഞ്ഞു വിരലുകളൊന്ന് ചലിച്ചു. വീണ്ടും മൈക്കിൾ വളരെ തീഷ്ണതയോടെ വിശ്വാസത്തോടുകൂടി ഇങ്ങനെ പാടുകയും പ്രാർത്ഥിക്കുകയും വചനമുച്ചരിക്കുകയും കഥകൾ തൻ്റെ കുഞ്ഞനുജത്തിക്ക് പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ ധാരധാരയായിട്ട് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കണങ്ങൾ അടർന്നു വീണു. കുഞ്ഞനുജത്തിയുടെ കുഞ്ഞി വിരലുകൾ ചലിച്ചു, കാൽ ചലിച്ചു. ആ കൊച്ചു കുഞ്ഞിൻ്റെ ശബ്ദം ആശുപത്രിയുടെ ലേബർ റൂമിനുള്ളിൽ ഉറക്കെ കേട്ടു. ഇത് കണ്ടുകൊണ്ട് നിന്ന മൈക്കിളിൻ്റെ പിതാവ് ഉച്ചത്തിൽ പറഞ്ഞതാണ്: മൈ സൺ ഈസ് ദ ഫാദർ ഓഫ് മൈ ഡോട്ടർ. എൻ്റെ മകൾക്ക് വീണ്ടും ജന്മം നൽകിയത് എൻ്റെ മകനാണ് എന്നുള്ളൊരു സന്ദേശമാണ് ആ തലക്കെട്ടിലൂടെ ആ പിതാവ് അറിയിച്ചത്. സ്നേഹമുള്ളവരെ, ഈ തിരുപ്പിറവി കാലയളവിൽ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ രക്തത്തുള്ളികൾ ചിന്തിക്കൊണ്ട് നമ്മുടെയൊക്കെ ജീവൻ വീണ്ടെടുക്കുവാനായിട്ട് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്.
ആ പുത്രനായ ദൈവം ലോകത്തിലേക്ക് വന്നതിൻ്റെ അനുസ്മരണമാണ് ഈ ക്രിസ്മസ് കാലയളവിൽ നാം നടത്തുന്നത്. എല്ലാവർക്കും ക്രിസ്മസിൻ്റേതായിട്ടുള്ള എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു. മൈക്കിൾ തൻ്റെ കുഞ്ഞനുജത്തിയെ, കൂടപ്പിറപ്പിനെ വരവേൽക്കുവാനായിട്ട് എത്രത്തോളം ഒരുങ്ങിയോ അതുപോലെ തന്നെ നമുക്കും ഒരുങ്ങാം. നമുക്ക് വേണ്ടി നമുക്ക് ജീവൻ നൽകുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന യേശുനാഥൻ്റെ വരവിനായിട്ട് നോമ്പ് നോറ്റ് പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.